ഗുഡ് ഈവനിങ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നമസ്കാരമുണ്ട്, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നലത്തെ വ്ളോഗ് ഇട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പോൺസ് കിട്ടി. ലോൺ എടുക്കരുതെന്നും പറഞ്ഞിട്ടുള്ളൊരു ലോൺ എടുത്താൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. പലവരുടെയും പല കമൻസും വന്നിരുന്നു, പലർക്കും പല അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അഭിപ്രായങ്ങളുണ്ടായിരുന്നു, വിച്ച് ഈസ് ഗുഡ്. അതിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാനും ഇന്ന് അതിൽ റിപ്ലൈ ചെയ്യേണ്ടായിരുന്നു കുറേ ആൾക്കാരോട്. പലരും പറയണത് ശരിയാണ്, ചിലർ ഇതുമാതിരി തന്നെ അനുഭവിച്ചവരും ഉണ്ട്. എൻ്റെ ഫ്രണ്ടും അതുമാതിരി അനുഭവിച്ചിട്ട് പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വ്ളോഗ് ഉണ്ടാക്കാൻ കാരണം നിലത്തെ. ചിലർ അവരുടെ അഭിപ്രായങ്ങൾ തന്നിരുന്നു, അങ്ങനെ ദുബായിലോ യു എയിലോ എവിടെയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ലോൺ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അടച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. ശരിയാണ്, അത് ദുബായിൽ നിന്ന് മാത്രമായിട്ട് ഞാൻ തെറ്റായിട്ട് എഴുതി, അതിൽ എൻ്റെ ഒരാളതിൽ തെറ്റ് തിരിച്ചിരുന്നു. സോ സോറി, ഞാൻ ദുബായിലെ മാത്രമായിട്ടല്ല പറഞ്ഞത്. ഞാൻ ദുബായിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ലോണും ക്രെഡിറ്റ് കാർഡിലും പെട്ട ആൾക്കാർ. എനിക്ക് ഇവിടെ ലോണും ക്രെഡിറ്റ് കാർഡും ഒന്നുമില്ല, ഇത്രയും കൊല്ലമായിട്ട് ഞാൻ എടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പറ്റിയിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ലോണും ക്രെഡിറ്റ് കാർഡും ഇതിലും പെട്ട ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ദുബായിൽ ഞാൻ ആയതുകൊണ്ടാണ് ദുബായിൽ നിന്ന് എഴുതിയത്, അല്ലാണ്ട് അങ്ങനെയൊന്നുമല്ല. ലോൺ പൊതുവേ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലായാലും ശരി എവിടെയായാലും ശരി ലോൺ എടുക്കണത് നല്ലതല്ല. പിന്നെ ദുബായിലായിട്ട് യു എയിലോ മസ്കത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ബഹ്റൈനിലോ കുവൈത്തിലോ അങ്ങനെ വെച്ചാലും ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അത് നമ്മൾക്ക് പിന്നെ ഒരു ട്രാവൽ ബാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബേസിക്കലി. അല്ലാണ്ട് ആരെയും ഒരു രാജ്യത്തിനോ ഇതാക്കിയിട്ട് പറഞ്ഞതല്ല. ബേസിക്കലി യു എ ഓഫ് കോഴ്സ് എവറിബഡി നോസ് നല്ലൊരു രാജ്യമാണ് എല്ലാതും. ഞാൻ ഇതുവരെ എൻ്റെ വ്ളോഗിൽ കൂടെ യു എനെ പറ്റി തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ റെൻ്റൽ കേസസ്, ഡിസ്പ്യൂട്ട്സ്, അതൊക്കെ ഭയങ്കര ഒരു തലവേദനയാണ്. നമ്മൾ അറിയാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടുപോയതാണ് ഞാൻ. ആക്ച്വലി ഞാൻ മാത്രമല്ല, അങ്ങനെ പലരും അങ്ങനെ പെട്ടുപോയവരുണ്ട്. അതിനെ തിരുത്താൻ നമുക്ക് പറ്റില്ല. കാരണം ഇപ്പോൾ പാൻഡമിക് വന്നു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് നഷ്ടം വന്ന് അതെങ്ങനെ നിങ്ങൾ ശരിയാക്കാം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സിൻ്റെ ഒന്നോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒന്നോ നമ്മൾ ഹെൽപ്പ് മേടിച്ചാലും മാത്രമേ നമുക്ക് ആ പൈസ കൊടുത്ത് നമ്മളുടെ കേസൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്കൊരു പുറം രാജ്യത്ത് വരുമ്പോൾ അതൊരു വലിയ തലവേദന തന്നെയാണ്. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് ഓഗസ്റ്റ് 16-ാം തീയതി. ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് 15-ാം തീയതി അവർ ഫൈനൽ ചെയ്യും ആംനസ്റ്റി പ്രോഗ്രാമിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നലെ മിനിയാന്നും എനിക്കൊന്ന് ഇവരുടെ ഗവൺമെൻറ്റും പിന്നെ നമ്മളുടെ സർക്കാരും എംബസീസും അസോസിയേഷൻസും ഇന്ത്യൻ അസോസിയേഷൻസും തമ്മിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ഫൈനലൈസ് ചെയ്തു ഇങ്ങനെ ആംനസ്റ്റി പ്രോഗ്രാം ശരിയാണ്, അതാണ്. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങും. അപ്പം ഞാനും പോണത് ചിലപ്പോൾ ആംനസ്റ്റി പ്രോഗ്രാമിൽ കൂടെ തന്നെ ആയിരിക്കും. കാരണം അതുവരെ ആവും എൻ്റെ എൻ്റെ ഈ പ്രോബ്ലംസും പ്രശ്നങ്ങളും കേസൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അത്രയും സമയം എടുക്കും എനിക്ക്. അപ്പോൾ അത് കാരണം ആംനസ്റ്റി എടുക്കണമായിരിക്കും നല്ലത്. കാരണം അത്രയും പൈസ ലാഭിക്കുക എനിക്ക്, മനസ്സിലായില്ലേ? പക്ഷേ അത്രയും നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഒരുമാതിരി എന്താണ് പറയുക, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാനുള്ളൊരു ഡെസ്പറേഷൻ മാതിരിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം 3 മാസമായി ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്നത്, അത് കാരണം. അപ്പോൾ ഈ ആംനസ്റ്റിയുടെ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണത്. ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ആംനസ്റ്റിയിൽ പല ആൾക്കാരും പല ഏജൻറ്റ്സുമാരും ആൾക്കാരെ തട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ അധികം പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും ചിലപ്പോൾ പേപ്പർ വർക്കിന് ഒരു 100 150 അല്ലെങ്കിൽ 50 റുപ്യോ അങ്ങനെ ചിലവ് വരും ചിലപ്പോൾ ടൈപ്പിംഗ് സെൻറ്ററിൽ. അപ്പോൾ എവിടെ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആംനസ്റ്റി എന്ന് പറഞ്ഞാൽ ആസ് പെർ ഇന്നത്തെ ന്യൂസ് അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ഏത് ടൈപ്പിംഗ് സെൻറ്ററിൽ ചെന്നാലും നിങ്ങൾക്ക് ആംനസ്റ്റി പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും, പിന്നെ അപ്ലൈയും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്ന് വെച്ചാൽ നേരെ ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക, അവർ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഉണ്ട്, പിന്നെ എനിക്കൊന്ന് ദുബായിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ഷാർജ എന്നാണ് കണ്ടത്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ ചെന്നാലും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. പ്ലസ് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ ചെന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദയവ് ചെയ്ത് ഏജൻറ്റുമാരെ ഇതിൽ ഇടപെടുത്തരുത്. കാരണം അവർ പിന്നെ നിങ്ങളോട് ചിലപ്പോൾ 5000 കൊടുക്കാൻ പറയും, 10000 കൊടുക്കാൻ പറയും, 3000 കൊടുക്കാൻ പറയും. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്രീ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് വിട്ടു പോകാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്രീ പ്രോഗ്രാമാണ് നിങ്ങൾക്ക് യു എ ഗവൺമെൻറ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അറിയണ ഏജൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ. ഇപ്പോൾ എൻ്റെ ഒരാളുണ്ട് അറിയണ ഏജൻറ്റ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എന്നാലും നിങ്ങളുടെ അറിയണ ഏജൻറ്റുമാരെന്ന് വെച്ചാൽ മാത്രമേ നിങ്ങൾ ഇത് ഏജൻറ്റിൻ്റെ ത്രൂ ചെയ്താൽ മതി. അല്ലെങ്കിലും നിങ്ങൾ നേരെ ടൈപ്പിംഗ് സെൻറ്ററിൽ ചെന്നാൽ നിങ്ങളുടെ സ്വന്തം തന്നെ അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ മാതിരി ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കേസോ റെൻ്റൽ ഡിസ്പ്യൂട്ട് കേസുണ്ടോ, ചെക്ക് ബൗൺസ് കേസുണ്ടോ, ലോൺ കേസുണ്ടോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കേസുണ്ടോ, അതൊക്കെ ആദ്യം തീർക്കാൻ നോക്കുക. ഇപ്പോഴും 14 ദിവസം കൂടി ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ തീർക്കാൻ നോക്കാം.
അത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആംനസ്റ്റി പ്രോഗ്രാമിൽ കൂടെ പോകാൻ പറ്റില്ല. എന്തായാലും അത് തീർക്കേണ്ടി വരും. അത് തീർക്കാണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് തീർക്കാൻ എത്രയും പെട്ടെന്ന് നോക്കാം. പിന്നെ ചിലവരുണ്ട് ഇതിൽ ബാൻ ഉണ്ടോ, ആംനസ്റ്റി പ്രോഗ്രാമിൽ ബാൻ ഉണ്ടോ, അപ്പോൾ അത് പറയണത് നിങ്ങൾ കേൾക്കാൻ ശ്രദ്ധിച്ച്. കുറേ ആൾക്കാർക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഞാനിത് ചോദിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. ബാൻ നിങ്ങൾക്ക് വരണമെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടുന്ന് വിട്ടു പോകണം. നിങ്ങൾ ആംനസ്റ്റി പ്രോഗ്രാം എടുത്തു, പിന്നെ ഇവിടുന്ന് വിട്ടു പോകണം. നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോകുന്ന പറഞ്ഞാൽ വിസ എടുക്കാണ്ട് അത് നിങ്ങൾ റെഗുലറൈസ് ചെയ്യാണ്ട് ഇവിടുന്ന് വിട്ടു പോകണമെന്ന് വെച്ചാൽ അതിലൊരു ബാൻ ഉണ്ടാവും. ചിലപ്പോൾ 1 കൊല്ലത്തെ ബാനായിരിക്കും അത്. അപ്പോൾ അതിലൊരു ബാൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കത് റെഗുലറൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കേസ് കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ആംനസ്റ്റി പ്രോഗ്രാം എടുത്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരാളുടെ വിസയിലോ വേറൊരു കമ്പനിയുടെ വിസ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രീലാൻസർ വിസ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ബാൻ ഉണ്ടാവില്ല, തിരിച്ചു വരാൻ പറ്റും. പക്ഷേ എക്സിറ്റ് എന്തായാലും ചെയ്യേണ്ടി വരും, മനസ്സിലല്ലേ? പക്ഷേ വിസ എടുക്കാണ്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിൽ ചിലപ്പോൾ 1 കൊല്ലത്തെ ബാൻ ഉണ്ടാവും. അതാണ് ഇപ്പോൾ ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാനുള്ളത്, ബാനിൻ്റെ കാര്യം. ചിലവർക്ക് ഇതിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു, ബാൻ ഉണ്ടാവുമോ. കാരണം ഇപ്പോൾ എനിക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ തീരുമാനിച്ചു എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാൻ എടുത്തിട്ട് തന്നെയാണ് പോണത്. ഞാൻ വേറെ വിസ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി പൈസ ചിലവാക്കണമെന്ന് ഞാൻ നിൽക്കണില്ല. അപ്പോൾ എൻ്റെ അധികം പൈസ ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ. ഇന്ന് തന്നെ ഞാൻ എൻ്റെ കാശ് കിട്ടാനുള്ളടത്ത് പോയിട്ട് അവർക്ക് ഫുള്ള് പേയ്മെൻറ്റ് തരാൻ പറ്റില്ല, പകുതി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി ഞാൻ ഉള്ളത് വെച്ചിട്ട് എൻ്റെ കേസ് ക്ലിയർ ആണെന്ന് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആംനസ്റ്റി എടുത്തിട്ട് ഞാൻ ബാൻ അടിച്ചിട്ട് തന്നെ ഞാൻ തിരിച്ചു പോകണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പലരും പറഞ്ഞിട്ടില്ല, ടിക്കറ്റിനുള്ള പൈസ പ്ലീസ് വയ്ക്കുക. 1 വേ ടിക്കറ്റ് നിങ്ങൾ ബാൻ അടിച്ചിട്ട് പോകണമെന്ന് വെച്ചാൽ, തിരിച്ചു പോകണമെന്ന് വെച്ചാൽ ടിക്കറ്റിനുള്ള പൈസ എന്തായാലും വയ്ക്കണം. അപ്പോൾ 1 വേ ടിക്കറ്റ് ഇന്ത്യക്കുള്ളത് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആംനസ്റ്റിയിൽ പോകാൻ പറ്റില്ല. അത് നിങ്ങളുടെ ചിലവാണ്. ആ ടിക്കറ്റിൻ്റെ പൈസ നിങ്ങളുടെ ചിലവാണ്, അത് UAE ഗവൺമെൻറ് തരില്ല. ഓക്കെ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. പലരും ഇതിനെ പറ്റിയിട്ട് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിൽ എൻ്റെ മാതിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരെന്ന് വെച്ചാൽ, ആംനസ്റ്റിയിൽ കൂടെ പോകാനുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അപ്ഡേറ്റ് ഉള്ളത്. പിന്നെ ആംനസ്റ്റിയിൽ കൂടെ നിങ്ങൾക്ക് ഒരു നയ പൈസ കൊടുക്കണം. നിങ്ങൾക്ക് 100,000 150,000 നിങ്ങളുടെ ഫൈൻ ഉണ്ടെന്ന് വെച്ചാലും ഒരു നയ പൈസ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഏജൻറ്റിൻ്റെ ത്രൂ പോകരുത്. നിങ്ങളെ മാത്രം നേരെ ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക, അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷനിൽ പോവുക. അവിടെ ചെന്നിട്ട് അവർ ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. ഫുൾ ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്യും, അതിൻ്റെ പൈസ കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ആംനസ്റ്റിയുടെ അവർ ഡീറ്റെയിൽസ് തരും, ഒരു പേപ്പറും തരും. നേരെ എയർപോർട്ടിൽ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ പോവുക, കടന്നു പോവുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആംനസ്റ്റി UAE ചെയ്തത് 2016 2018 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ആംനസ്റ്റി വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 6 കൊല്ലം എടുത്തു ഈ ആംനസ്റ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രശ്നത്തിലെന്ന് വെച്ചാൽ ഇവിടുന്ന് ക്ലിയർ ചെയ്യുക, പിന്നെ തിരിച്ചു വരേണ്ട വെച്ചാൽ തിരിച്ചു വരാം. ഈ ആംനസ്റ്റി പ്രോഗ്രാം 2 മാസം ഉണ്ടാവും, സെപ്റ്റംബർ 1 മുതൽ നവംബർ 1. കഴിഞ്ഞ ആംനസ്റ്റി പ്രോഗ്രാം അതുമാതിരി തന്നെ 2 മാസത്തിനായിരുന്നു തുടങ്ങിയത് അവർ. പിന്നെ അത് അവർ 1 മാസം കൂടിയും കൂട്ടി. പക്ഷെ എന്നാലും എത്രയെന്ന് വെച്ചാൽ ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലിക്കേഷനും കൊടുത്ത് നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാർ എംബസിയിലും പിന്നെ ടൈപ്പിംഗ് സെൻറ്ററിലും കൂടും. നോക്കിയോ നിങ്ങൾ, അത്രയും തിരക്കുണ്ടാവും. കുറേ ആൾക്കാർ, കുറേ ജനങ്ങൾ നമ്മളുടെ മാതിരി തന്നെ പാൻഡമിക് കഴിഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട് വിസ ഇല്ലാണ്ട്. വിസിറ്റ് വിസ ആയാലും ശരി, റെസിഡൻറ്റ് വിസ ആയാലും ശരി. പക്ഷേ ഇത് റെസിഡൻറ്റ് വിസ ഉള്ള ആൾക്കാർക്കാണ് ഉള്ളത്. വിസിറ്റ് വിസയുടെ എനിക്ക് അറിഞ്ഞൂടെ എപ്പോഴും, അവരിപ്പോഴും അത് കൺഫേം ചെയ്തിട്ടില്ല. ഇത് ബേസിക്കലി റെസിഡൻറ്റ് വിസ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഉള്ളത്. ഈ ന്യൂസ് വന്നത് ഖലീജ് ടൈംസിലാണ്. ഗൾഫ് ന്യൂസിലും വന്നിട്ടുണ്ടാവും, പക്ഷേ ഞാൻ കണ്ടത് ഖലീജ് ടൈംസിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ കൂടെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പും ഇൻഫർമേഷനും കിട്ടുന്ന വെച്ചാൽ അത്രയും സന്തോഷമുള്ളൂ എനിക്ക്. എന്നുവെച്ചാൽ അവർക്ക് ചില ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഇതിനെ പറ്റിയിട്ട്. ഭയങ്കര ടെൻഷനായിരിക്കും ആൾക്കാർക്ക്. അപ്പോൾ ഇത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോഴും പിന്നെ ഈ ന്യൂസ് വായിച്ചു, നിങ്ങളോട് ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ട്. ബേസിക്കലി ഇത് റെസിഡൻറ്റ് വിസ ഉള്ള ആൾക്കാർക്ക്, വിസിറ്റ് വിസയ്ക്കുള്ള ആൾക്കാർക്കല്ലത്. റെസിഡൻറ്റ് വിസ എക്സ്പയർ ആയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണുള്ളത് ഈ ആംനസ്റ്റി. അപ്പോൾ വിസിറ്റ് വിസയുടെ എനിക്ക് അറിഞ്ഞൂടെ എപ്പോഴും. ന്യൂസ് അനുസരിച്ചിട്ട് ഇറ്റ്സ് ഫോർ റെസിഡൻസ് വിസ പീപ്പിൾ ഓൺലി. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് അപ്ഡേറ്റ് യു ഗൈസ്. ലെറ്റ്സ് ഹോപ്പ് ആൻഡ് പ്രേ ഫോർ അവർ ബെറ്റർമെൻറ്റ്, ഫോർ ബെറ്റർ ടുമാറോ. എനിക്കറിയാം കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ തുറന്ന് പറയാൻ ഒരു മടിയുണ്ട് കുറേ ആൾക്കാർക്ക്. ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കാൻ കാരണം തന്നെ അതാണ്. കാരണം എനിക്കും അങ്ങനെ ഒരു മടി ഉണ്ടായിരുന്നു തുറന്ന് പറയാൻ. ആർക്കും അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് പറയാൻ അങ്ങനെ ഇഷ്ടം തോന്നില്ല. കാരണം ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ മാതിരിയാണ്. ഞാനൊരു ദിവസം ടൈപ്പിംഗ് സെൻറ്ററിലും പിന്നെ ഇങ്ങനെ എമിഗ്രേഷനിൽ പോയപ്പോഴും
ഞാൻ കണ്ടു കുറേ ആൾക്കാർ പഠിപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്നുവെച്ചാൽ ലിറ്ററസി ലെവൽ അത്രയും ഇല്ലാത്ത ആൾക്കാർ അവിടെ കിടന്ന് കഷ്ടപ്പെടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നത് പോലും അറിഞ്ഞൂടാ. പിന്നെ ഒരു പേടി, ഫിയർ ഉണ്ട് അവർക്ക്. പഠിപ്പില്ലാത്ത ആൾക്കാർക്ക് ഒരു ചെറിയ ഫിയർ ഉണ്ടാവും. എങ്ങനെ ചോദിക്കണം, എവിടെ പോകണം, ആരോട് ചോദിക്കണം, പോലീസിനെ കണ്ടാലൊരു പേടി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്തായാലും ഈ വ്ളോഗ് തുടങ്ങിയതായിരുന്നു, ലൈഫ് സ്റ്റൈൽ വ്ളോഗിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഈ കണ്ടീഷൻ എത്തിയോണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ അപ്പ് ആൻഡ് സ്പീക്ക് മൈ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയണത് ആൾക്കാർ താഴ്ന്നിട്ടാണ് കാണുന്നത് പലരും വിചാരിക്കുന്നത്. പക്ഷെ അല്ല, നമ്മളുടെ പ്രശ്നങ്ങൾ ഓപ്പണായിട്ട് പറയണം. കാരണം ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും നല്ലൊരു മനസ്സിന് സമാധാനമുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ. എനിക്കിവിടെ സംസാരിക്കാനോ എൻ്റെ പ്രശ്നങ്ങൾ പറയാനോ ആരുമില്ല. എൻ്റെ വൈഫും മക്കളും ഇവിടെ ആരുമില്ല. പിന്നെ നാട്ടിൽ വിളിച്ചിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടെൻഷൻ അവർക്കും, ഉമ്മാക്കായാലും ശരി ഉപ്പാക്കായാലും ശരി ആർക്കായാലും ശരി. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു മനസ്സ് നല്ലോണം ഒന്ന് റിലാക്സ് ആയ മാതിരി. അപ്പോൾ ഇതുമാതിരി തന്നെ ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഏത് രീതിയിൽ ഞാൻ സോൾവ് ചെയ്തത് അത് പറഞ്ഞ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ സംസാരിച്ച് നിങ്ങളോട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് പലരെയും ചിലപ്പോൾ ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ചൂട് കൂടി ഭയങ്കരമായിട്ട്. ഞാനൊന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയാണ് കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ഇന്ന് ഒരു 90 കമൻറ്റോളം വന്നു എൻ്റെ ആ ലോണിൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ളതിൽ. അതിൽ പലരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിരുന്നു. അതിൽ ഞാൻ റിപ്ലൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നങ്ങളും പലരോടും ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പുറം രാജ്യത്തോടത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മളെങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ഞാൻ നോക്കുന്നത് ഇവിടെ നിന്ന് പോണത് വരെ അറ്റ്ലീസ്റ്റെങ്കിലും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മുടെ ലൈഫ് ജീവിക്കും, എങ്ങനെ ജീവിക്കാം, ആ ഒരു പോസിറ്റീവ്നെസ്, ആ ഒരു നമ്മളുടെ എന്താണ് പറയുക, ആ ഒരു പോസിറ്റീവ്നെസ്സും മുന്നോട്ട് എങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് കടക്കാം വിത്ത് എ പോസിറ്റീവ് ഹോപ്പ്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് പലർക്കും പേടിയാണ്, നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിൽ കൂടെ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ഹോപ്പായിട്ട് വരട്ടെ. അപ്പോൾ എനിവേസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇന്ന് ഓൾറെഡി ഭയങ്കരമായിട്ട് കഥച്ച് ഞാനിപ്പോൾ കുറേ നടന്നു. നിങ്ങൾ പുതിയെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വ്ളോഗിലേക്ക്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. സീ യു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബൈ.